നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ കരീം ബെൻസിമയുടെ ദിവസമായിരുന്നു. ഇന്ന് CR7 ദിവസമാകുമോ? ആരാധകർ ഉറ്റുനോക്കിയാണ്. ഇന്നലെ നമുക്കറിയാം സൗദി പ്രോ ലീഗിൽ അൽ തവൂണിനെ 2-1 അൽ ഇത്തിഹാദ് പരാജയപ്പെടുത്തുമ്പോൾ കളിയുടെ അവസാന ഘട്ടത്തിലാണ് കരീം ബെൻസിമ ഇഞ്ചുറി ടൈമിലാണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:50 മത്സരമുണ്ട്. ആ മത്സരത്തിൽ അൽ നസർ അൽ ഫൈഹിയെ നേരിടുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്നും മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വലിയ പോരാട്ടമാണ് ഗോൾഡൻ ബൂട്ട് റേസിലുള്ളത്. 14 ഗോളുകളായി കരീം ബെൻസിമക്ക്, CR7 15 ഗോളുകളാണ്. ഈ രണ്ട് പേര് തമ്മിലുള്ള പോരാട്ടമായിട്ട് ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് മാറുകയാണ്. ഒന്നാമത് CR7 15 ഗോളുകൾ, രണ്ടാമത് കരീം ബെൻസിമ 14 ഗോളുകൾ. അലക്സാണ്ടർ മിട്രോവിച്ചും അതുപോലെ അബ്ദുറസാഖ് ഹംദുള്ളയും മാർക്കോസ് ലിയനാർഡോയും ഒക്കെ 12 വീതം ഗോളുകളുമായിട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ അൽ നസറിൻ്റെ ആദ്യ 11-ൽ സിമാക്കനില്ല എന്നുള്ളത് അവർക്കൊരു തിരിച്ചടിയാണ്. സിമാക്കനില്ലാതെ അവരുടെ ഡിഫൻസ് എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളത് ഇന്ന് കാത്തിരുന്ന് കാണണം. അവരുടെ ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫൻസിൽ ലാപ്പോർട്ടും ലജാമയും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ട്. ഇരുപാർശ്വങ്ങളിലായിട്ട് അൽ നജിദിയും ബൗഷലും ഇറങ്ങും. മധ്യനിരയിൽ അൽ ഖൈബരിയും ബ്രസോവിച്ചും, മുന്നേറ്റങ്ങളുടെ ഇരു പാർശ്വങ്ങളിലായിട്ട് സാദിയോ മാനയും ഏഞ്ചലോയും മുന്നേറ്റങ്ങൾ നയിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം ജോൺ ഡ്യൂറൻ. ഇതാണ് ഇപ്പോൾ സൗദി സോഴ്സുകൾ നൽകുന്ന സൂചന അനുസരിച്ചുള്ള അൽ നസറിൻ്റെ ആ ഒരു പ്രോബിൾ ലൈനപ്പ്. അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 4-ാം സ്ഥാനത്താണ്. 18 കളികളിൽ നിന്ന് 38 പോയിൻറ്റ്. ഇന്നത്തെ കളി വിജയിക്കണം, മുന്നോട്ട് പോകണം. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. 19 കളികളിൽ നിന്ന് 49 പോയിൻറ്റുമായിട്ട് അൽ ഇത്തിഹാദാണ് നിലവിൽ 1-ാം സ്ഥാനത്ത്. അൽ ഹിലാലിന് 18 കളികളിൽ നിന്ന് 16 പോയിൻറ്റുണ്ട്. അവരുടെ അടുത്ത കളി വിജയിക്കുകയാണെങ്കിൽ അവർക്ക് 1-ാം സ്ഥാനം തിരികെ പിടിക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.